പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ബുധൻ്റെ കുംഭൻ രാശിയിലേക്കുള്ള പ്രവേശനം. അത് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. കഴിഞ്ഞ 20 ദിവസമായി മകരൻ രാശിയിലായിരുന്നു ബുധൻ. ഇപ്പോഴിതാ ബുധൻ ശക്തനായി കുംഭൻ രാശിയിലേക്ക് വന്നിരിക്കുന്നു. കുംഭം ബുധൻ്റെ സുഹൃത്ത് രാശിയാണ്. അതിനാൽ മകരത്തിലായാലും കുംഭത്തിലായാലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും. പക്ഷേ ഇവിടെ കുംഭം ശനിയുടെ മൂലക്ഷേത്രമാകയാൽ മകരത്തെക്കാളും ബുധന് കുറച്ചുകൂടി ശക്തി പ്രദാനം ചെയ്യുന്ന ഭാവമാണ് കുംഭൻ രാശി. പക്ഷെ ആശ്രയഫലം അത്ര നല്ലതല്ല. പരകർമ്മകൃത്, അന്യന് വേണ്ടി ജോലി ചെയ്യുക, അസ്വഹ ധനം കുറയുക, ശില്പബുദ്ധി എഞ്ചിനീയറിംഗ് ടാലൻറ്റ് പ്രകടിപ്പിക്കുക, വിഷ്ഠികരഹ വേതനം വിന ഭാരോദ്വഹനം വിഷ്ഠിഹി, ശമ്പളമില്ലാതെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും താൻ ചെയ്യുന്ന ജോലിയേക്കാളും തനിക്ക് എന്ത് ലഭിക്കില്ല, അംഗീകാരമോ ശമ്പളമോ അത്ര ലഭിച്ച് എന്ന് വരില്ല. അതാണ് വിഷ്ഠികരഹ, വേതനം വിന ഭാരോദ്വഹനം വിഷ്ഠിഹി എന്ന് ഫലം. ഏതായാലും നമുക്ക് ഈ ബുധൻ്റെ ചാരവശാലുള്ള കുംഭൻ രാശിയിലേക്കുള്ള മാറ്റം 65 ദിവസമാണ് ബുധൻ കുംഭൻ രാശി നിൽക്കുന്നത്. ഫെബ്രുവരി 3 മുതൽ ഏപ്രിൽ 10 വരെയുള്ള 65 ദിനങ്ങളാണ് ബുധൻ നിൽക്കുന്നത്. അതിനാൽ ഓരോ രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ബുധൻ്റെ ശുഭാശുഭ വിഷയങ്ങൾ എന്നാണ് നാം ചിന്തിക്കുന്നത്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം. ഇവിടെ ബുധൻ നിൽക്കുന്നത് 2ാം ഭാവത്തിലാണ്. 2ൽ ബുധൻ വന്നാൽ ധനി എന്നാണ് വരാഹമിഹിര ആചാര്യൻ ഫലം പറഞ്ഞിരിക്കുന്നത്. രക്തത്തിൽ വന്നാൽ വിദ്വാൻ, 2ൽ വന്നാൽ ധനി, 3ൽ വന്നാൽ പ്രബലഹ, ഇവിടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വതവേ മകരൻ രാശിക്കാർക്ക് 9ാം ഭാവാധിപനാണ് ബുധൻ. പൈതൃകമായ സ്വത്ത്, ധനമൊക്കെ ലഭിക്കാൻ ചിന്തിക്കുന്ന ഭാവമാണ് 9ാം ഭാവം. അതിലൂടെ പല വിഷയത്തിലും പൂർവികമായ സ്വത്ത് വിറ്റൊക്കെ കാശ് ലഭിക്കാം. ചില ദൗത്യങ്ങൾ ഏറ്റെടുത്ത് തനിക്ക് വിജയിപ്പിക്കാം. 2ാം ഭാവത്തിൽ ബുധൻ വന്നാൽ ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹുതേജാഹ. ചമത്കാരം എന്താണ്? ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ധനേ ബുദ്ധിമാൻ, ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കും. ബോധനൻ 2ാം ഭാവത്തിൽ വന്നാൽ ബാഹുതേജാഹ, കൈകൾക്ക് നല്ല തേജസ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. സഭാസംഗതോ ഭാസതേ വ്യാസേവ, വ്യാസനെപ്പോലെ അദ്ദേഹം സദസ്സിൽ ശോഭിക്കും. അതിനാൽ വാക്കുകൊണ്ട് ധാരാളം ഗുണങ്ങൾ വരും. എഴുത്തുകാരായാലും പ്രാസംഗികരായാലും ലേഖകരായാലും അവർക്ക് വലിയ വലിയ അവസരങ്ങൾ ലഭിക്കും 2ൽ ബുധൻ വരുമ്പോൾ. സ്വതവേ കാവ്യകൃത് എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഫലമാണ് മകരം. കാവ്യത്തെ രചിക്കും. സത്വാധികോ കാവ്യകൃത്, സാത്വികമായ ഗുണങ്ങൾ ഉണ്ടാകും. കാവ്യത്തെ രചിക്കും. അതിനെ രചനാപരമായ വിഷയങ്ങൾ ദിസ് മെർക്കുറി വിൽ ഡു എ ലോട്ട് ഓഫ് വണ്ടേഴ്സ്, മിറക്കിൾസ് ദ മെർക്കുറി ക്യാൻ. കാരണം ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. അതുകൊണ്ടാണ് ഇത്ര സ്പഷ്ടമായി ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ വളരെയധികം ശോഭിക്കാം. പൃഥ്വധാരത കൽപ്പവൃക്ഷസ്യ തദ്വത്, കൽപ്പവൃക്ഷം പോലെ ഔദാര്യം കാണിക്കും. ധാരാളം ദാനങ്ങളൊക്കെ ചെയ്യും. അതിനാൽ പൂർവികമായ ധർമ്മദൈവ സങ്കേതങ്ങളിലൊക്കെ തനിക്കാവുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും ചെയ്യുക. അവിടെ വിളക്കിലേക്ക് എണ്ണാതിരി കൊടുക്കുക, അന്നദാനം ചെയ്യുക. അതിലൂടെ കിട്ടുന്ന പുണ്യം അനിർവചനീയമാണ്. അന്നദാനാത് ഫലത്രയം എന്നാണ്. അന്നദാനം കൊണ്ട് എല്ലാ ഫലങ്ങളും ലഭിക്കുന്നു. അതിനാൽ അന്നദാനം ചെയ്യുക. ബുധേ സ്തൂയതേ ഭോഗത ഷഡ്പദ്വയം. ഇയാൾ പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ സ്തുതിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ നല്ല ക്വാളിറ്റി കണ്ട് പണ്ഡിതന്മാർ ഇദ്ദേഹത്തിന് അംഗീകരിക്കുന്നു. ഭോഗതഃ ഷൽപതഃ അയം, ഭോഗത്തിൽ ഇദ്ദേഹം ഒരു ചിത്രശലഭമായി വർത്തിക്കുന്നു. നല്ല ചെടികളിൽ മരങ്ങളിലൊക്കെ വണ്ട് പോയി തേന് ഊറ്റി കുടിക്കുന്നത് പോലെ ഇയാൾ സ്ത്രീസുഖം അനുഭവിക്കും, ഭോഗസുഖങ്ങൾ അനുഭവിക്കുമെന്നർത്ഥം. നന്ദി, നമസ്തേ.